നാടോടുമ്പോൾ നെടുകെ ഓടണമെന്നാണല്ലോ ചൊല്ല്. കാലത്തിനനുസരിച്ച് നമ്മുടെ കളികളും മാറുകയാണ്. കാളപ്പൂട്ട് നടന്ന മൈതാനത്ത് ഇതാ വണ്ടികളുടെ മുരൾച്ച. കാളക്കൂറ്റന്മാർക്ക് പകരം ജീപ്പുകളും ഓഫ് റോഡ് വാഹനങ്ങളും ഈ മണ്ണിൽ ഇങ്ങനെ കുതിക്കുകയാണ്. മലപ്പുറം പൂക്കോട്ടൂരിലെ വണ്ടിപ്പൂട്ടിൻ്റെ കാഴ്ചയിലേക്കാണ്. ഒരു ന്യൂജൻ കാളപ്പൂട്ട് തന്നെയാണ്. പക്ഷെ കാളകളില്ല, വണ്ടികൾ ഇങ്ങനെ കുതിച്ചു വായുകയാണ് മൈതാനം മൊത്തം അല്ലേ? പുതിയ കാലത്തെ പുതിയ ട്രെൻഡാ. പുതിയ കാലത്ത് പുതിയ ട്രെൻഡ് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ഞങ്ങൾ ഇതിന് പേരിട്ട് വിളിച്ചിട്ടുള്ളത് വണ്ടിപ്പൂട്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ, ഓഫ് റോഡ് വാഹനങ്ങൾ, ഒരു കാലത്ത് നമ്മൾ പ്രകൃതി ദുരന്ത സമയത്താണ് ഈ വാഹനം കണ്ടിരുന്നതെങ്കിൽ ഇന്ന് പാടങ്ങളിൽ കൃത്യമായി പഴയ കാലത്തെ കാളപ്പൂട്ടിന് പകരം വണ്ടിപ്പൂട്ടുമായി പാടങ്ങളിലേക്ക് ഈ ഓഫ് റോഡ് വാഹനങ്ങൾ ഇറങ്ങി. ഇവിടെയുള്ള യുവാക്കളാണ് ഈ ഒരു മത്സരം നടത്തണമെന്ന് നമ്മളെ ക്ലബിനോട് ആദ്യം ആവശ്യപ്പെട്ടത്. അവരുടെ ആവശ്യാർത്ഥമാണ് ഈ ഒരു മത്സരം നമ്മളിവിടെ സംഘടിപ്പിച്ചത്. ഇപ്പോൾ ജില്ലയിൽ തന്നെ ഞങ്ങൾ മൂന്നാമത്തതാണ്. അതിൽ ഏറ്റവും വലിയ ട്രാക്കാണ് നമ്മളിവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ യുവാക്കൾ പറഞ്ഞു ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ലാഭവീതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം ചാരിറ്റിയിലേക്ക് ഉപയോഗിക്കണമെന്നും അത് നല്ലവരായ നമ്മളെ നാട്ടുകാരുടെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിലൂടെ ഉപയോഗിക്കാനുമാണ് ഇപ്പോൾ ക്ലബിൻ്റെ തീരുമാനം. ജനപങ്കാളിത്തം ഉണ്ടല്ലേ? ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത ആഴ്ചയിലോ കഴിഞ്ഞ പഞ്ചായത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ അവിടെ എത്രത്തോളം എത്തി എന്നുള്ളത് ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിനനുസരിച്ച് എല്ലാ സന്നാഹങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ വളണ്ടിയേഴ്സ് എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് ഒരു 10-15 ദിവസമായിട്ട് ഇതിൻ്റെ പുറകിൽ എല്ലാ സജ്ജീകരണവും നടത്തി ഉണ്ട്. അപ്പോൾ പിന്നെ നാട്ടുകാരും ഫുള്ളും സഹായം ഉണ്ടായിരുന്നു. ശൗര്യമുള്ള കാളക്കൂറ്റന്മാർക്ക് പകരം മുരളുന്ന എഞ്ചിനുകളാണ്. കാണുന്നവർക്കാകെയും ആവേശം. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. കേവലം ഒരു മത്സരമല്ല, ഇതിന് പിന്നിൽ ഒരു ചാരിറ്റി പ്രവർത്തനം കൂടിയുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ബിൽക്കുൽ കൂട്ടായ്മയാണ് ഈ ഓഫ് റോഡ് ജീപ്പുകളുടെ ഈ മത്സരമൊക്കെ നടത്തിയത്. അരുൺ അമൃതനാഥ് ചേരുന്നോട് നമുക്കിപ്പം കൂടുതൽ സംസാരിക്കാൻ. അരുൺ, ശരിക്കും നാട്ടുകാർക്ക് ഈ ഒരു കാളപ്പൂട്ട് നടത്തുന്ന സ്ഥലത്ത് വണ്ടിപ്പൂട്ട് നടത്തിയപ്പോൾ നാട്ടുകാർക്ക് വലിയൊരു കൗതുകം തോന്നിയിട്ടുണ്ടാകുമല്ലേ? ഒപ്പം വണ്ടിപ്രാന്തന്മാർക്ക് ഈ എഞ്ചിനിന്റെ മുരൾച്ച ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആവേശം കൂടി ആയിട്ടുണ്ടാകും അല്ലേ? സന്ധ്യ, കാലത്തിനൊപ്പം തന്നെയുള്ള സഞ്ചാരം എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയായിരുന്നു പൂക്കോട്ടൂരിൽ കണ്ടത്. നമ്മളൊക്കെ കാളപ്പൂട്ട് മത്സരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഫ്രെയിം ഉണ്ടോ, ഒരു ദൃശ്യം ഉണ്ടോ? അതേ ദൃശ്യം തന്നെയാണ്. പക്ഷേ അതിൽ കാളകളില്ല എന്ന് മാത്രമാണ്. എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ, എന്താണ് ഈ വണ്ടിപ്പൂട്ട് മത്സരം എന്ന്. അപ്പോൾ അതേ വയൽ, അതേ സജ്ജീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. പകരം ഓഫ് റോഡ് ജീപ്പുകളായിരുന്നു ഇങ്ങനെ അണിനിരന്ന് കാളകൾക്ക് പകരം അങ്ങോട്ടേക്ക് ട്രാക്കിലേക്ക് ഇറങ്ങിയത് എന്നുള്ളത് തന്നെയാണ്. വലിയ ഒരു ജനപങ്കാളിത്തം കൂടി ഉണ്ടായിരുന്നു. ഒരു കാളപ്പൂട്ട് മത്സരത്തിലുണ്ട് അതേ ആവേശം തന്നെ. അത് ചുറ്റും ആളുകൾ, യുവത്വം മാത്രമല്ല, ഒപ്പം തന്നെ യുവാക്കൾ മാത്രമല്ല, സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, എല്ലാതരം ആളുകളും ഉണ്ടായിരുന്നു. ഒരു കൗതുകത്തോടെ എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ വേണ്ടി വന്ന ഒരുപാട് പേരെയും നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൗതുകത്തോടെ തന്നെ അത് വീക്ഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു വാഹനങ്ങളൊക്കെ ചളിയിൽ കുടുങ്ങി പോകുന്നുണ്ട്, അത് പിന്നീട് മറ്റു വാഹനം ഉപയോഗിച്ച് അതിനെ വലിക്കുന്നുണ്ട്. വലിയ കയ്യടികളോടും ആവേശത്തോടെയൊക്കെ ആളുകൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ബിൽക്കുൽ എന്ന് പറയുന്ന പൂക്കോട്ടൂരിലെ ഒരു ക്ലബിൻ്റെ ആശയമാണ്. അതും ഒപ്പം തന്നെ അവർ ചാരിറ്റിക്കായി ഇതിൽ നിന്ന് ലഭിക്കുന്ന തുക വിനിയോഗിക്കുന്നുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ ആശയങ്ങളാണ് ഇത്. നമ്മൾ ജെൻസി കാലഘട്ടം അങ്ങനെയൊക്കെ പറയുമല്ലോ, കാലഘട്ടം എങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ പരമ്പരാഗതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അതിലൊരു വെറൈറ്റി കണ്ടുപിടുത്തമായി ആണ് ഈ ഒരു മഡ് റേസ് എന്തായാലും പൂക്കോട്ടൂരിലെ ഈ കൂട്ടായ്മ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാണുമ്പോൾ എന്തായാലും ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ ഇനിയും നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്നുള്ള എന്തായാലും പങ്കാളിത്തം കൊണ്ട് കൂടി അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാൻ സാധിക്കട്ടെ.